ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. മഹാഭാരതം നമുക്ക് ചർച്ച ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനെ നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാമധായ നഗരഗ്രാമധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനെ ശ്രീഭാഷവാനവീ ദേവി ദൈതായ കൃപാപ്രിയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരദാവസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ വിപ്രണമ്രസാംബോധേ പാദാംബുജായ തേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനെ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗപരായിതേ ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഭവദ്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതി ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമതിർഗതി മത്സർവസ്വപാദാംബോജോ രാധാമദനമോഹനോ ദിവ്യദ്വന്ദ്വാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാനഭേ സേവ്യമാനോ സ്മരാമി. ശ്രീമന്ദാസരസാരംഭീ വംശീവടത്തരസ്ഥിത ദർശൻവേണുസ്വനേർ ഗോപിനാഥ ശ്രീസ്തനാ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച ആരംഭിക്കാം.
കഴിഞ്ഞ മഹാഭാരത ചർച്ചയിൽ നമ്മൾ പഠിച്ചു വ്യാസമഹർഷി പാണ്ഡവരെ കാണാനായിട്ട് വരുന്നതായിട്ട്. വ്യാസമഹർഷി പാണ്ഡവരെ ആശ്വസിപ്പിക്കുന്ന ആ കാര്യമാണ് നമ്മൾ പഠിച്ചത്. പിന്നെ അതിനു മുമ്പായിട്ട് ദുര്യോധനൻ രാജസൂയജ്ഞം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അത് ചെയ്യാൻ കഴിയില്ല എന്ന് ബ്രാഹ്മണന്മാർ പറയുകയാണ്. അവസാനം ബ്രാഹ്മണരുടെ നിർദ്ദേശപ്രകാരം വൈഷ്ണവ യാഗം ചെയ്യുകയാണ്. അത് രാജസൂയജ്ഞത്തിന് തുല്യമാണ് എന്ന് പറയുകയാണ്. അത് ദുര്യോധനൻ ചെയ്യുകയാണ്. അത് ചെയ്തതിന് ശേഷം ദുര്യോധനൻ ഒരുപാട് സന്തോഷിക്കും. ദുര്യോധനന്റെ കൂട്ടത്തിലുള്ള എല്ലാവരും ദുര്യോധനെ ഒരുപാട് അഭിനന്ദിക്കും. ഭീഷ്മരും ദ്രോണരും ആ ഹോമത്തിന് അനുമതി നൽകി. കാരണം ആ ഒരു സത്പ്രവൃത്തിയിലൂടെയെങ്കിലും ദുര്യോധനന്റെ ആ ദുഷ്ടത്തരം മാറട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ആ യജ്ഞം കഴിഞ്ഞതിന് ശേഷം പ്രജകളെല്ലാവരും കൂടുതൽ പേരും പറഞ്ഞു, പാണ്ഡവരുടെ ആ രാജസൂയ യജ്ഞത്തിൻ്റെ അടുത്ത് ഈ ഹോമം വന്നിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം അത്രത്തോളം വിപുലീകരിച്ചായിരുന്നു രാജസൂയ യജ്ഞം. ഏറ്റവും സമ്പദ് സമൃദ്ധി എല്ലാവർക്കും കാണാൻ കഴിഞ്ഞിരുന്നു രാജസൂയ യജ്ഞത്തിൽ. അതിനുശേഷമാണ് പിന്നെ ആ യജ്ഞത്തിൻ്റെ ആ ഒരു കാര്യം പാണ്ഡവർ കേട്ടിരുന്നു. പാണ്ഡവരെയും ആ യജ്ഞത്തിൽ ക്ഷണിച്ചിരുന്നു. പക്ഷേ കളിയാക്കാൻ വേണ്ടിയായിരുന്നു ക്ഷണിച്ചത്. പിന്നെ പ്രത്യേകിച്ച് യുധിഷ്ഠിരന് തീരെ സമാധാനം കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഏകദേശം 12 വർഷം കഴിയാറായിരുന്നു. ഒട്ടും സമാധാനം കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചിന്ത എപ്പോഴും ഞാൻ കാരണമാണല്ലോ ഇത്രയും എൻ്റെ സഹോദരങ്ങൾക്കും ഭാര്യയായ ദ്രൗപദി ദേവിക്ക് ഇത്രയും ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോഴാണ് വ്യാസമഹർഷി അവിടെ വരുന്നത്, സമാധാനിപ്പിക്കുന്നു. ഇനി അടുത്ത ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം. ദുര്യോധനൻ തുടർച്ചയായിട്ട് പല രീതികളും ഏതൊക്കെ രീതിയിൽ പാണ്ഡവരെ ദ്രോഹിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ രീതിയിൽ പാണ്ഡവരെ വേദനിപ്പിക്കാം, വിഷമിപ്പിക്കാം എന്ന് ദുര്യോധനൻ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുര്യോധനന്റെ സഹോദരങ്ങളും പിന്നെ കർണനുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തു. അവർ വനവാസത്തിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പേ തന്നെ അവർക്കെതിരെ നല്ലൊരു ദ്രോഹം ചെയ്യണം എന്ന് ദുര്യോധനൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ദുർവാസ മുനി അവിടെ എത്തുകയാണ്. ദുർവാസ മുനിയുടെ ഒപ്പം 10,000 ശിഷ്യന്മാരും വന്നിരുന്നു. അദ്ദേഹം കൊട്ടാരത്തിൽ വന്നിട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ 10,000 ശിഷ്യന്മാർക്കും കഴിക്കാനുള്ള ഭക്ഷണം വേണം എന്ന് പറയുകയാണ്. പൊതുവെ എല്ലാവർക്കും അറിയാം, ഈ ഋഷി ക്രോധത്തിന് വളരെ അറിയപ്പെടുന്ന ആളാണ്. ആളുടെ സേവനത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒട്ടും ശപിക്കാൻ മടിക്കാത്ത ആളാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ മുന്നിലുള്ള വ്യക്തിയുടെ ക്ഷമയെ അങ്ങേയറ്റം പരീക്ഷിക്കുന്ന ഒരു പ്രവണതയും ദുർവാസ മുനിക്കുണ്ട്. അവരെല്ലാം ഏത് സാഹചര്യത്തിലും ധർമ്മം പാലിക്കുന്നവരാണോ എന്ന് ദുർവാസ മുനി എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദുര്യോധൻ വളരെ ശ്രദ്ധിച്ച് ദുർവാസ മുനിയുടെ സേവനങ്ങളൊക്കെ ചെയ്തു. അതും സ്വയം തന്നെ ചെയ്തു. കാരണം ദുര്യോധന്റെ ഏതെങ്കിലും സേവകരുടെ അശ്രദ്ധ കൊണ്ട് ദുർവാസ മുനിക്ക് എന്തെങ്കിലും അതൃപ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ ശാപം കിട്ടും എന്ന് വിചാരിച്ച് ദുര്യോധൻ സ്വയം ദുർവാസ മുനിയുടെ സേവനങ്ങളൊക്കെ ഏറ്റെടുത്തു. വളരെയധികം വിനയാന്വിതനായി സൗമ്യതയോടുകൂടി ആ ഋഷി പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ഗൗരവത്തോടു കൂടി എടുത്ത് ഒരു അടിമയെ പോലെ എല്ലാ കാര്യങ്ങളും ദുർവാസ മുനി പറയുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റി. ദുർവാസ മുനി പൊതുവെ ആർക്കും പ്രവചിക്കാൻ കഴിയില്ല എപ്പോൾ എന്താ പറയുന്നതെന്ന്.
ചില സമയത്ത് ഇപ്പോൾ തന്നെ ഭക്ഷണം തയ്യാറാക്കാൻ പറയും. പക്ഷേ ഭക്ഷണം തയ്യാറായി കഴിയുമ്പോൾ ഉടനെ ആൾ കുളിക്കാൻ പോകും. എന്നിട്ട് കുറേ നേരത്തിന് ശേഷമായിരിക്കും ആൾ വരുന്നത്. എന്നിട്ട് പറയും, എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറയും, എനിക്ക് വിശപ്പില്ലെന്ന് പറയും. എന്നിട്ട് അർദ്ധരാത്രിക്ക് എഴുന്നേക്കും, ഒരു 12 മണിയാകുമ്പോഴത്തേക്കൊക്കെ എഴുന്നേറ്റിട്ട് ഭക്ഷണം വേണമെന്ന് പറയും. എന്നിട്ട് കിട്ടിയ ഭക്ഷണത്തെ, ആ സമയത്ത് ഭക്ഷണം കിട്ടുമ്പോൾ അതിനെ കുറ്റം പറയുകയും ചെയ്യും. എന്നിട്ട് വിളമ്പുന്ന രീതി ശരിയല്ല എന്നൊക്കെ കുറ്റം പറയും. പക്ഷെ ഇതൊക്കെ ആയിട്ടും ദുര്യോധൻ ഒരു പരാതിയും പറഞ്ഞില്ല. ദുർവാസ മുനി പറയുന്ന ഓരോ കാര്യത്തിനും ഓരോ ആഗ്രഹത്തിനും പൂർത്തീകരിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ദുർവാസ മുനി ഒരുപാട് സന്തോഷിച്ചു ദുര്യോധന്റെ സേവനത്തിൽ. അതുകൊണ്ട് ദുർവാസ മുനി പോകുന്നതിന് മുമ്പേ പറഞ്ഞു, നീ എന്നെ വളരെ സന്തോഷത്തോടു കൂടി എല്ലാ തരത്തിലുള്ള എൻ്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു. അതുകൊണ്ട് നിനക്ക് എന്ത് വരം വേണമെങ്കിലും ചോദിക്കാം, നിനക്ക് ഇഷ്ടമുള്ള എന്ത് വരം വേണമെങ്കിലും ചോദിക്കാം. അത് ധർമ്മത്തിന് വിരോധമായിട്ടുള്ളതല്ല എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് പൂർത്തീകരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടുടനെ ദുര്യോധന് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. എന്നിട്ട് ഇതിനു മുമ്പേ തന്നെ ശകുനിയായിട്ടും കർണനുമായിട്ടും ദുശാസനുമായിട്ടൊക്കെ ആലോചിച്ചു, അഥവാ ദുർവാസ മുനി പോകുമ്പോൾ എന്തെങ്കിലും ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വരം ചോദിക്കുകയാണെങ്കിൽ, എന്ത് വരം വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് വരമാണ് ദുര്യോധൻ ചോദിക്കേണ്ടതെന്ന് നേരത്തെ മറ്റ് കൂട്ടുകാരുമായിട്ടൊക്കെ ആലോചിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദുര്യോധൻ പറഞ്ഞു, ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് എങ്ങനെയാണോ എൻ്റെ അതിഥിയായത് അതേപോലെ അങ്ങ് എൻ്റെ ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ്റെ അതിഥിയാണ്. യുധിഷ്ഠിരൻ കാട്ടിലാണ്. അദ്ദേഹം വലിയൊരു ധീരനായിട്ടുള്ള ഒരു രാജാവാണ്. നമ്മുടെ കുരുവംശത്തിലെ ശ്രേഷ്ഠനായിട്ടുള്ള, ഇനി അടുത്ത രാജാവാകേണ്ട ആളാണ്. അതുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹം കിട്ടാൻ അദ്ദേഹം അർഹനാണ് എന്ന് ദുര്യോധൻ പറഞ്ഞു. അതുകൊണ്ട് അവരെല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം അങ്ങ് അവിടെ എത്തണം. അവർ വിശ്രമിക്കുന്ന ആ സമയത്ത് തന്നെ അങ്ങ് അവിടെ എത്തണം. ആ സമയത്ത് ആ പുണ്യാത്മാക്കൾ അങ്ങയുടെ സേവനങ്ങൾ നന്നായിട്ട് ചെയ്യും എന്ന് പറഞ്ഞു. ഉടനെ ദുർവാസ മുനി പറഞ്ഞു, നീ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ദുർവാസ മുനി 10,000 ശിഷ്യരുമായിട്ട് നേരെ കാമിക വനത്തിലേക്ക് പോവുകയാണ്. ദുർവാസ മുനി അങ്ങോട്ട് ഇറങ്ങിയതും ദുര്യോധൻ സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടി. എന്നിട്ട് ദുര്യോധൻ ചിന്തിച്ചു, പാണ്ഡവർക്കൊരിക്കലും ദുർവാസ മുനിയെയും ഇത്ര ശിഷ്യരെയും അവർക്കൊരിക്കലും വയറുനിറച്ച് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല. അവർക്കൊരിക്കലും 10,000 ശിഷ്യർക്ക് ഭക്ഷണം ഒന്നും തയ്യാറാക്കാൻ കഴിയില്ല. സൂര്യദേവനിൽ നിന്ന് ലഭിച്ച അക്ഷയപാത്രം, അത് ദ്രൗപദി ദേവി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൽ പിന്നെ ഭക്ഷണമൊന്നും വരത്തില്ല. അതുകൊണ്ട് ദുർവാസ മുനിയിൽ നിന്ന് നല്ലൊരു ശാപം കിട്ടും. എന്നിട്ട് ആ ദുർവാസ മുനിയുടെ ശാപം ഒരിക്കലും നിഷ്ഫലമാകത്തില്ല എന്ന് ദുര്യോധനൻ ചിന്തിച്ചു. എന്നിട്ട് ദുര്യോധനൻ ഓടിച്ചെന്ന് കൂട്ടുകാരുടെ അടുത്ത്, അതായത് ശകുനി അവരോടെല്ലാവരും ചെന്നു. അവരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു. പാണ്ഡവരുടെ വലിയൊരു ആപത്താണ് ഇനി വരാൻ പോകുന്നത്. എന്നിട്ട് കർണനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് കർണൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിന്റെ വലിയ ഭാഗ്യമാണ് നീ നിന്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഇനി എന്തായാലും നിന്റെ ശത്രുക്കൾ വലിയൊരു ആപത്തിലേക്ക് വീഴാൻ പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും വളരെയധികം സന്തോഷത്തിൽ അവിടെ ഇരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദുർവാസ മുനി പാണ്ഡവര് താമസിക്കുന്ന ആ സ്ഥലത്തിൻ്റെ അടുത്തെത്തി. ദ്രൗപദി ദേവി ഭക്ഷണം കഴിച്ചതിന് ശേഷം ശിഷ്യരെ എല്ലാം കുറച്ച് ദൂരത്ത് നിർത്തിയിട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് പാണ്ഡവരുടെ മുമ്പിൽ ചെന്നു. ഉടൻ തന്നെ പാണ്ഡവരെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി നിന്നു. വളരെ വിഖ്യാതനായിട്ടുള്ള ആ ഋഷി കൺമുന്നിൽ നിൽക്കുന്ന കണ്ടിട്ട് ഉടൻ തന്നെ അവരെല്ലാവരും ദണ്ഡവത് നമസ്കാരം ചെയ്തു. യുധിഷ്ഠിര മഹാരാജ് ദുർവാസാവിന് ഇരിക്കാനായിട്ട് ഒരു സ്ഥലം കൊടുത്തു. എല്ലാ ശ്രദ്ധയോടുകൂടി എല്ലാ ആദരവും നൽകി, അർഘ്യപാദ്യങ്ങളൊക്കെ നൽകി. എന്നിട്ട് ദുർവാസ മുനി പറഞ്ഞു,
ഞാൻ എൻ്റെ 10,000 ശിഷ്യഗണങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം. മുഴുവൻ ദിവസവും നമ്മൾ നടക്കുകയായിരുന്നു. നമ്മൾ ഒരുപാട് വിശപ്പുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. അതുകൊണ്ട് നമ്മളൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഭക്ഷണം തയ്യാറാക്കണമെന്ന്. നമ്മൾ ആദ്യം കുളിച്ചിട്ട് വരും, എന്നിട്ട് ഭക്ഷണത്തിനായിട്ട് വരുമെന്ന്. യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു, അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ദുർവാസ മുനി നേരെ കുളിക്കാനായിട്ട് പോയി ശിഷ്യരുമായിട്ട്. അദ്ദേഹം പോയതിനു ശേഷം യുധിഷ്ഠിരന് വലിയ ഭയമായി. യുധിഷ്ഠിരൻ ചിന്തിക്കുകയാണ്, ഇത്രയും പേർക്കുള്ള ഭക്ഷണം നമ്മൾ എങ്ങനെ തയ്യാറാക്കാനാണ്? ദ്രൗപദി ദേവി ഇപ്പം ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ. എന്നിട്ട് ഈ അത്ഭുതമായിട്ടുള്ള അക്ഷയപാത്രം ഇനി അടുത്ത ദിവസം വരെ അതിൽ നിന്ന് ഒരു ഭക്ഷണവും വരത്തില്ല. ഉടൻ തന്നെ യുധിഷ്ഠിരൻ ദ്രൗപദി ദേവി അടുത്ത് ചോദിച്ചു, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിച്ചു. ദ്രൗപദി ദേവി എപ്പോഴും പാണ്ഡവരുടെ ഹിതമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ പ്രശ്നത്തിന് എന്ത് പരിഹാരമുണ്ടെന്ന് ഇങ്ങനെ ദ്രൗപദി ദേവി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ്രൗപദി ദേവിക്ക് ഒരേ ഒരു ഉപായം പ്രാർത്ഥിക്കുക എന്നതാണ്. ഉടൻ തന്നെ ദ്രൗപദി ദേവി ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് ചിന്തിച്ചു. പ്രാർത്ഥിച്ചു, കൃഷ്ണ, ജഗന്നാഥ, ഭക്തരുടെ എല്ലാ ആപത്തും അങ്ങ് മാറ്റുന്ന ആളല്ലേ. അനന്തനാണ് അങ്ങ് സർവശക്തനാണ്. എൻ്റെ പ്രാർത്ഥന കേൾക്കൂ. അങ്ങല്ലാതെ ഈ നിരാശ്രിതരായിട്ടുള്ള നമുക്ക് ആരുണ്ട്? അങ്ങാണ് വരദരാജൻ. എല്ലാ വരങ്ങളും നൽകുന്ന അങ്ങാണ്. ആർക്കും അങ്ങേ അറിയാൻ കഴിയില്ല, പക്ഷെ അങ്ങേക്ക് എല്ലാം അറിയാം. നമ്മളെ രക്ഷിക്കൂ. നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങയുടെ തൃപ്പാദത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ദുശാസനിൽ നിന്ന് എന്നെ ആ സഭയിൽ രക്ഷിച്ചത്. അതേപോലെ ഈ ഒരു ആപത്തിൽ നിന്നും എന്നെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കാം. ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിലായിരുന്നു. രുക്മിണിയായിട്ട് ശയ്യയിൽ കിടക്കുകയാണ്. ഉടൻ തന്നെ ദ്രൗപദിയുടെ പ്രാർത്ഥന കേട്ടു ഭഗവാൻ ഉടൻ തന്നെ ശയ്യയിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് കൊട്ടാരത്തിൽ നിന്ന് ഒറ്റ ഓട്ടമായിരുന്നു. നിമിഷങ്ങൾക്കകം ഭഗവാൻ ദ്രൗപദി ദേവിയുടെ അടുത്തെത്തി എന്നുള്ളതാണ്. ഭഗവാനെ കണ്ട ഉടൻ തന്നെ ദ്രൗപദി ദേവി കാൽക്കൽ വീണു കരയാൻ തുടങ്ങി. കൃഷ്ണ, വലിയൊരു ആപത്ത് നിമിഷത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ദുർവാസാവിന്റെ ശാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കണം. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഭഗവാൻ കൃഷ്ണൻ ചിരിച്ചിട്ട് പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാം. പക്ഷെ എനിക്ക് നല്ല വിശപ്പ് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് ആദ്യം ഭക്ഷണം നൽകൂ. അതിനുശേഷം ഞാൻ വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യാറുള്ളൂ. ഉടൻ തന്നെ ദ്രൗപദി ദേവിക്ക് വലിയ വിഷമമായി. ദ്രൗപദി ദേവി ആകെ വിഷമിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ, ആ പാത്രത്തിൽ ഞാൻ കഴിക്കുന്നത് വരെ ഭക്ഷണം അതിൽ ബാക്കി വരികയുള്ളൂ. ഞാൻ കഴിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അതിൽ നിന്നൊന്നും വരത്തില്ല. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ഇത് തമാശയ്ക്കുള്ള നേരമല്ല. എന്തെങ്കിലും ആ പാത്രത്തിൽ കാണും, നോക്കട്ടെ, എനിക്കൊന്ന് ആ പാത്രം ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. ഉടൻ തന്നെ ദ്രൗപദി ദേവി ആ പാത്രം ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഭഗവാൻ വളരെ സൂക്ഷ്മതയോടുകൂടി ആ പാത്രത്തെ നോക്കി. അന്നേരം ഒരു മൂലയ്ക്കായിട്ട് ഒരു ധാന്യവും പിന്നെ കുറച്ച് വെജിറ്റബിൾസിൻ്റെ, അതായത് ഈ പച്ചക്കറികളുടെ ഒരു ഭാഗം, ഒരു കറിയുടെ ഒരു ഭാഗവും കൂടെ ഉണ്ടായിരുന്നു. ഒരു ധാന്യവും പിന്നെ കുറച്ച് കറിയുടെ ഒരു ഭാഗം കൂടെ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ഭഗവാൻ അതെടുത്ത് കഴിച്ചു. എന്നിട്ട് അതിനു മുമ്പേ ഭഗവാൻ പറഞ്ഞു, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനായ പരമാത്മാവായ ഹരി ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നതിലൂടെ തൃപ്തിപ്പെടട്ടെ. ഈ എല്ലാ യജ്ഞങ്ങളുടെയും നാഥനായ ആ പരമാത്മാവ് ഞാൻ ഈ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തൃപ്തിപ്പെടട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ അത് കഴിച്ചു. എന്നിട്ട് ഭഗവാൻ സഹദേവനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് പോകും. എന്നിട്ട് ദുർവാസാവിന്റെ ശിഷ്യന്മാരോടും ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞു. എപ്പോഴും തന്നെ പാണ്ഡവർ അന്യോന്യം ഭയത്തോടു കൂടി നോക്കി. ഭക്ഷണത്തിന്റെ ഒരു ലക്ഷണം അവിടെ കാണുന്നില്ല. പക്ഷെ അവർക്ക് ഉറപ്പുണ്ടായിരുന്നു, ഭഗവാൻ കൃഷ്ണൻ കൂട്ടത്തിലുണ്ടോ, ഇവിടെ പിന്നെ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഉടൻ തന്നെ സഹദേവൻ നദീതീരത്തേക്ക് പോയി ദുർവാസാവിനെയും ശിഷ്യരെയും കാണാനായിട്ട്. അതേ സമയത്ത് ദുർവാസ മുനി യുധിഷ്ഠിരനെ
യുധിഷ്ഠിരൻ്റെ അടുത്ത് എത്തി. യുധിഷ്ഠിരൻ എന്തായാലും ഭക്ഷണമൊക്കെ തയ്യാറാക്കി കാണും ശിഷ്യർക്ക് വേണ്ടി എന്ന് വിചാരിച്ചിട്ട് ദുർവാസ മുനി ഇരിക്കുക. ദുർവാസ മുനി ഇതൊന്നും അറിയുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം. ത്രികാലജ്ഞാനിയായ ദുർവാസ മുനിക്ക് പോലും ഭഗവാൻ വന്നതും ഭഗവാൻ ചെയ്ത കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അതാണ് ഭഗവാന്റെ റേഞ്ച് എന്താണെന്ന് വെച്ചാൽ. അന്നേരം കുളിച്ചു കഴിഞ്ഞ്, അതായത് ഭഗവാൻ അവിടെ ഭക്ഷണം കഴിച്ച ആ നിമിഷം തന്നെ ദുർവാസ മുനിക്കും 10,000 ശിഷ്യർക്കും ഏമ്പക്കം വന്നു. അവർക്ക് തോന്നി എത്രയോ ഒരു 3-4 പേര് കഴിക്കേണ്ട ഭക്ഷണം അവർ കഴിച്ചതായിട്ട് അവർക്ക് അനുഭവപ്പെടുകയാണ്. വയറൊക്കെ നിറഞ്ഞതായിട്ടും അവർക്ക് ഒട്ടും ഇനി കഴിക്കാൻ ഒട്ടും വയറ്റിൽ സ്ഥലമില്ലാത്ത രീതിയിൽ അവരുടെ വയറ് നിറക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ശിഷ്യരോടൊക്കെ നോക്കി. അന്നേരം അവരെല്ലാവരും അവരുടെ വയറിങ്ങനെ പിടിച്ച് ഏമ്പക്കം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം തമ്മി നോക്കിയപ്പോൾ അവർക്കൊക്കെ മനസ്സിലായി ആർക്കും കഴിക്കാൻ തോന്നില്ല, ആ വിധത്തിൽ വയറ് നിറഞ്ഞിരിക്കും. ദുർവാസ മുനി ശിഷ്യരോട് പറഞ്ഞു, നമ്മൾ വെറുതെ യുധിഷ്ഠിരനോട് 10,000 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. വലിയൊരു അപരാധമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ ക്രുദ്ധരായി നമ്മളെ നശിപ്പിക്കാം. യുധിഷ്ഠിരൻ ഒരുപാട് സിദ്ധികളുള്ള വ്യക്തിയാണ്. സർവോപരി അദ്ദേഹം ഭയങ്കര ഭഗവാന്റെ ഭക്തനാണ്, വലിയ ഭക്തനാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഭക്തരെ വലിയ പേടിയാണ്. അവരുടെ ക്രോധത്താൽ അവർക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ കത്തിച്ചു കളയാൻ പറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. അന്നേരം ദുർവാസ മുനി ഇത്രയും വലിയ സിദ്ധനായിട്ടും അദ്ദേഹത്തിന് അറിയാം ഭഗവാന്റെ ആശ്രയിച്ചിരിക്കുന്ന ഭക്തരുടെ ശക്തി എത്രയാണെന്ന് ദുർവാസ മുനിക്ക് നല്ലപോലെ അറിയാം. കാരണം ഇതിനു മുമ്പേ ഒരു അനുഭവം ഉണ്ടായിരുന്നു അല്ലേ, അംബരീഷ് മഹാരാജിന്റെ കാര്യത്തിൽ. എല്ലാവർക്കും അറിയാമല്ലേ, എന്നാലും നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ അത് ചർച്ച ചെയ്യാം. അംബരീഷ് മഹാരാജ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പരമോന്നത ഭക്തനാണ്. പൊതുവെ ഭക്തിയുടെ 9 തരങ്ങളുണ്ട്. നവവിധ ഭക്തി എന്ന് പറയും. ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഭഗവാനെക്കുറിച്ച് ചൊല്ലുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെക്കുറിച്ച് ഓർക്കുക, പിന്നെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അർച്ചനകൾ ചെയ്യുക, ഭഗവാന്റെ തൃപ്പാദ സേവ ചെയ്യുക, ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുക, ഭഗവാനെ ഒരു സ്വന്തം സുഹൃത്തായിട്ട് കാണുക, പിന്നെ സർവ്വതും ഭഗവാന് വേണ്ടി സമർപ്പിക്കുക. അന്നേരം നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും കൊണ്ടും അന്നേരം ആ നവവിധ ഭക്തിയും പരിപൂർണമായിട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് അംബരീഷ് മഹാരാജ്. അദ്ദേഹം കണ്ണുകൊണ്ട് എപ്പോഴും ഭഗവാനെ കാണാൻ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അദ്ദേഹം ചെവി കൊണ്ട് എപ്പോഴും ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കാനും ഭഗവാന്റെ നാമം കേൾക്കാനും ഭഗവാന്റെ ലീലകൾ കേൾക്കാനും വേണ്ടി മാത്രമേ അദ്ദേഹത്തിൻ്റെ ചെവി ഉപയോഗിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് അദ്ദേഹം എപ്പോഴും ഭഗവാന് നിവേദിച്ച ആ ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ. അത് ആ വായിൽ നിന്ന് വരുന്ന ശബ്ദം എല്ലാം എപ്പോഴും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ശബ്ദമായിരിക്കും. അദ്ദേഹത്തിൻ്റെ നാസിക കൊണ്ട് എപ്പോഴും ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ച തുളസിയും പുഷ്പങ്ങളുടെയും ഗന്ധം മാത്രമേ ആസ്വദിച്ചിട്ടുള്ളൂ. പിന്നെ കൈകൊണ്ട് അദ്ദേഹം എപ്പോഴും ഭഗവാന്റെ സേവനം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിന് രാജ്യകാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. അതെല്ലാം അദ്ദേഹം ഉത്തരവാദിത്വം എന്നുള്ള ഒരു പേരിന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഹൃദയം എപ്പോഴും കൈകൊണ്ട് ഭഗവാന്റെ സേവനം ചെയ്യാൻ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാലുകൾ എപ്പോഴും കൊതിക്കുന്നത് ഭഗവാന്റെ ക്ഷേത്രഗണത്തിൽ പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അത്രയ്ക്ക് ഉത്തമ ഭക്തനാണ് അംബരീഷ് മഹാരാജ്. അങ്ങനെ അദ്ദേഹം ഒരു പ്രാവശ്യം 1 വർഷം നീണ്ടു നിൽക്കുന്ന ഏകാദശി വ്രതം എടുത്തു. ഒരു ഏകാദശി മുതൽ അടുത്ത ഏകാദശി വരെ, അതുവരെ ജലപാനം പോലും കഴിക്കാതെ ഇരിക്കുകയാണ് 1 വർഷം. അങ്ങനെ ആ ഏകാദശി വ്രതം എടുത്ത് അടുത്ത ഏകാദശി കഴിഞ്ഞ് പാരൺ സമയം ആയ സമയത്ത് അദ്ദേഹം അംബരീഷ് മഹാരാജ് ജയ, തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരത്തില്ലെന്നുള്ള അത്രയ്ക്ക് ഉത്തമ ഭക്തനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികളും എല്ലാവരും ആ വ്രതത്തിൽ പങ്കെടുത്തിരുന്നു. അത്രയ്ക്ക് ഉത്തമ ഭക്തരായിരുന്നു അംബരീഷിൻ്റെ കൂട്ടത്തിലുള്ളവർ പോലും. അങ്ങനെ അംബരീഷ് മഹാരാജ് വ്രതം മുറിക്കാനായിട്ട്
അങ്ങോട്ട് അന്നേരം പൊതുവേ ഒരു വർഷത്തോളം ജലപാനം ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് പാരൻ സമയത്ത് വെള്ളം കുടിച്ചിട്ടാണ് പൊതുവെ വെള്ളം കൈ കഴുകി ആചമനമൊക്കെ ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് വ്രതം മുറിക്കുന്നത്. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങിയ സമയത്ത് പാരൻ സമയം ആയി. അന്നേരം ആ പാരണ സമയത്തിൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കണമെന്നു. അന്നേരം അതിനായിട്ട് ഇങ്ങനെ തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ ദുർവാസ മുനി ഇതേപോലെ 10,000 ശിഷ്യരായിട്ട് വരികയാണ്. എന്നിട്ട് ദുർവാസ മുനി വന്ന ഉടനെ അദ്ദേഹത്തെ ഇരുത്തി അദ്ദേഹത്തിന് സ്വീകരണമൊക്കെ നൽകി, അർഘ്യപാദ്യങ്ങളൊക്കെ നൽകി, ബഹുമാന സൂചകമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞു. അതിനുശേഷം അംബരീഷ് മഹാരാജനോട് ദുർവാസ മുനി പറഞ്ഞു, ഞാനും എൻ്റെ 10,000 ശിഷ്യരും വിശന്നിരിക്കുകയാണ്, നമ്മൾ കുളിച്ചിട്ട് വരും, ഭക്ഷണം തയ്യാറാക്കുമെന്ന്. അന്നേരം ദുർവാസ മുനി തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണമൊക്കെ തയ്യാറാക്കി. എന്നിട്ട് ദുർവാസ മുനി വരുന്നില്ലെന്നുള്ളതാണ്. പാരൻ സമയം തീരാറായി. അന്നേരം അംബരീഷ് മഹാരാജ് ആകെ വിഷമിച്ചു. അദ്ദേഹത്തിന് കഴിക്കാൻ വിശന്നത് കൊണ്ടല്ല, പക്ഷെ ഏകാദശി മുറിക്കുന്നത് കറക്റ്റ് സമയത്ത് മുറിച്ചില്ലെങ്കിൽ ഏകാദശിയുടെ ഫലം നിഷ്ഫലമാകുമെന്നാണ്. വീണ്ടും ഏകാദശി തുടരണമെന്നാണ്. അതുകൊണ്ട് അതിലൂടെ എന്തെങ്കിലും പുണ്യം നേടാനല്ല അംബരീഷ് മഹാരാജ് ആഗ്രഹിക്കുന്നത്. ഭഗവാനോടുള്ള സ്നേഹം, ഭഗവാനോടുള്ള ആ ഭക്തി, അത് അന്നേരം നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യത്തില്ലേ. അന്നേരം ഏകാദശി നോക്കുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ട ഭഗവാന് വേണ്ടിയാണ് ഞാൻ ഏകാദശി വ്രതം എടുക്കുന്നത്. ആ ഒരു സ്നേഹമാണ് അവിടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അത്രത്തോളം സൂക്ഷ്മതയോടുകൂടി ഓരോരോ നിയമനിബന്ധനകളും പാലിക്കാം. പൊതുവെ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി മാത്രം അനുഷ്ഠിക്കുന്നതും ഭഗവാനോടുള്ള ഭക്തിയോടുകൂടി അനുഷ്ഠിക്കുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഇന്ന് കൂടുതലും ആചാരാനുഷ്ഠാനങ്ങൾ, ഇത് കറക്റ്റ് ആയിരിക്കണം, ദിശ നോക്കണം, അത് നോക്കണം, ഇത് നോക്കണം. പക്ഷെ ഇത് ആർക്ക് വേണ്ടിയാണ് നോക്കുന്നതെന്ന് അത് നോക്കാൻ താല്പര്യമില്ല. നിയമനിബന്ധനകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. പക്ഷെ ഇത് ആർക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കാൻ ആർക്കും താല്പര്യമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള നിയമനിബന്ധനകളല്ല. ഇത് ഭഗവാനോടുള്ള ആ ഒരു സ്നേഹമാണത്. അന്നേരം ഭഗവാനോടുള്ള സ്നേഹത്തെ വ്യക്തമാക്കുകയാണ് അത്. അതുകൊണ്ട് അംബരീഷ് മഹാരാജിന് വിഷമം, അയ്യോ ഇനി ഇത് അല്ലാതെ ഭഗവാൻ കോപിക്കുമോ, ഏകാദശി വെറുതെ ആകുമോ, അതൊന്നും അംബരീഷ് മഹാരാജിന് ഒട്ടും താല്പര്യമില്ല അതിലോട്ട്. ഭഗവാന്റെ കാര്യത്തിൽ ഒരു മുടക്കുണ്ടാവരുത് എന്നൊരു ചിന്തയാണ്. അപ്പോൾ എന്ത് ചെയ്തു? കൂട്ടത്തിലുള്ളവരോടെല്ലാം ചോദിച്ചപ്പോൾ എല്ലാ ബ്രാഹ്മണ പുരോഹിതന്മാരൊക്കെ പറഞ്ഞു, അവർ തമ്മിൽ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണം. അവസാനം അംബരീഷ് മഹാരാജ് പറഞ്ഞു, ഭഗവാന്റെ അഭിഷേകം ചെയ്ത, ഭഗവാന്റെ തൃപ്പാദം കഴുകിയ ജലം കുടിക്കാം, ചരണാമൃതം കുടിക്കാം. അന്നേരം പൊതുവേ ഭക്തര് തുളസിയിട്ട ജലമാണ് കുടിക്കുന്നത് ഏകാദശി. പക്ഷെ ഏറ്റവും ഉത്തമം ഭഗവാന്റെ അഭിഷേകം ചെയ്ത ജലം, അതാണ് ഏകാദശി വ്രതം മുറിക്കാൻ ഏറ്റവും ഉത്തമം. അതേപോലെ പവിത്രമായിട്ട് ഈ ലോകത്ത് വേറെ അതിൻ്റെ അർത്ഥം തുളസി പവിത്രമല്ലെന്നല്ല, പക്ഷെ തുളസി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചതാണെങ്കിൽ ഉത്തമം. അന്നേരം അംബരീഷ് മഹാരാജ് അപ്പോൾ ഭഗവാന്റെ തൃപ്പാദം കഴുകിയ ജലം, ചരണാമൃതം എടുത്ത് കുടിക്കുകയാണ്. അന്നേരം ആ സമയത്ത് ദുർവാസ മുനി അവിടെ വരികയാണ്. ദുർവാസ മുനി കാണുന്ന കാഴ്ച എന്താ? അംബരീഷ് മഹാരാജ് വെള്ളം കുടിക്കാനായിട്ട്. അന്നേരം ഉടനെ വിചാരിച്ചു, അത് ശരി, ഞാൻ വരുന്നതിന് മുമ്പേ നീ വ്രതം മുറിച്ചു അല്ലേ? ഇത്രയ്ക്ക് ധിക്കാരിയായോ? നീ എന്നെ അപമാനിച്ചു, ഇതിന് ശിക്ഷ നിനക്ക് കിട്ടണമെന്ന് പറഞ്ഞു ഉടനെ ഒരു ഭീകര രൂപത്തെ ദുർവാസ മുനി സ്വന്തം ക്രോധത്തിൽ നിന്നും പ്രകടമാക്കുകയാണ്. സ്വന്തം ജടയിൽ നിന്നാണ് പുറത്തു കൊണ്ടുവരുന്നത്. എന്നിട്ട് ആ ഭീകര രൂപത്തിനോട് പറഞ്ഞു, ഒരു അഗ്നി രൂപത്തിലായിരുന്നു, ഒരു യക്ഷിയുടെ രൂപത്തിലായിരുന്നു ആ രൂപം, ആ ഒരു ഭീകര രൂപം. എന്നിട്ട് ആ യക്ഷിയെടുത്ത് പറഞ്ഞു, അംബരീഷിനെ കൊല്ലാൻ പറഞ്ഞു. ഉടൻ തന്നെ ആ ഭീകര രൂപം വളരെ ശക്തമായിട്ട് അംബരീഷിനെതിരെ ഇങ്ങനെ വരികയാണ്, ശക്തമായിട്ട് ഗർജിച്ചുകൊണ്ട് അംബരീഷിനെ ഭസ്മമാക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അംബരീഷ് മഹാരാജ് ഒന്നും ചെയ്തില്ല, കൈകൂപ്പിയിരുന്നു. കൺമുന്നിൽ മരണമാണ് വന്നിരിക്കുന്നത്, അതും ഭഗവാന്റെ തീരുമാനമാണ്. ഇത് മുന്നിൽ യക്ഷിയല്ല അംബരീഷ് കാണുന്നത്, ഇത് ഭഗവാന്റെ നിശ്ചയമായിട്ട് കണ്ടു. എന്നിട്ട് ഒന്നും
രക്ഷിക്കണേ ഭഗവാനെ എന്നൊന്നും പറയാതെ ഒട്ടും ഭയപ്പെടാതെ കൈകൂപ്പി ഇങ്ങനെ നിൽക്കുക എന്നുള്ളത്. ആ സമയത്ത് ഭഗവാന്റെ സുദർശന ചക്രം അവിടെ വരിക, അംബരീഷിന്റെ തൊട്ടു മുമ്പിൽ വന്ന് നിന്നു എന്നുള്ള, ആ യക്ഷിയുടെയും അംബരീഷിന്റെ ഇടയ്ക്ക് വന്ന് നിന്നു എന്നുള്ളതാണ്. ആ ചക്രത്തിന്റെ, സുദർശന ചക്രത്തിന്റെ ചൂട് അതിശക്തമായിട്ട് വന്നു എന്നുള്ളതാണ്. ആ യക്ഷിക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. നിമിഷങ്ങൾക്കകം ആ യക്ഷി തീ കൊണ്ട് നിർമ്മിച്ച ശരീരമാണ്, തീ കൊണ്ടുള്ള ശരീരമാണ് ആ യക്ഷിയുടെ. പക്ഷെ ആ യക്ഷി ഭസ്മമായി പോയി എന്നുള്ളതാണ് സുദർശന ചക്രത്തിന്റെ മുമ്പിൽ. എന്നിട്ട് അതിതീവ്രമായിട്ട് ആ സുദർശന ചക്രം അംബരീഷിന്റെ പുറകെ ഓടി എന്നുള്ളതാണ്. അംബരീഷ് ഓട്ടം സുദർശന ചക്രം തൊട്ട് പുറകെ ഉണ്ടെന്നുള്ളതാണ്. അംബരീഷ് അന്നേരം ദുർവാസ മുനി 14 ലോകങ്ങളിൽ ഓടി എന്നുള്ളതാണ്. 14 ലോകങ്ങളിലൂടെ അംബരീഷ് മഹാരാജ് അവിടെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്, കണ്ണടച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഈ സുദർശന ചക്രം പുറകെ പോയി ദുർവാസ മുനി ജീവനും കൊണ്ട് ഇനി പോകാൻ സ്ഥലങ്ങൾ വേറൊന്നുമില്ലെന്ന് എല്ലായിടത്തും ഓടി എന്നുള്ളതാണ്. ആദ്യം ബ്രഹ്മലോകത്ത് പോയി ബ്രഹ്മദേവ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചേ? എന്നിട്ട് സുദർശനക്രം ഓടിക്കോ ഇവിടുന്ന്. സോറി, അംബരീഷ് അല്ല, ക്ഷമിക്കണം, ഞാൻ പറഞ്ഞതിൻ്റെ ഇതില്. അന്നേരം ദുർവാസ മുനിയാണ് ഓടിയത്. അന്നേരം അംബരീഷ് മഹാരാജ് അവിടെ നിൽക്കുകയാണ്. അന്നേരം സുദർശന ചക്രം നേരെ ചീറിപ്പാഞ്ഞു പോവുകയാണ്. അന്നേരം ബ്രഹ്മലോകത്തെത്തിയപ്പോഴത്തേക്ക് ബ്രഹ്മദേവൻ പറഞ്ഞു, സുദർശന ചക്രം നീ എന്തിനാണ് ഭക്തർക്കെതിരെ അപരാധം ചെയ്തത്? ബ്രഹ്മലോകം പോലും ഭഗവാൻ കത്തിക്കാൻ മടിക്കത്തില്ല, ഇവിടുന്ന് വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഓടി. സുദർശന ചക്രം അപ്പോഴും പുറകെ ഉണ്ടെന്നുള്ളതാണ്. അതായത് ദുർവാസ മുനി അതിവേഗതയിൽ ഓടിയാലും മെല്ലെ ഓടി തളർന്ന് മെല്ലെ ഓടുമ്പോഴും തൊട്ടു പുറകെ സുദർശന ചക്രം ഉണ്ടെന്നുള്ളതാണ്. ഒരു ചെറിയൊരു ഗ്യാപ്പിന്റെ അത്രയും ഡിഫറൻസേ ഉള്ളൂ എന്നുള്ളതാണ്. അതായത് ഒന്നും കൂടെ വന്നു കഴിഞ്ഞാൽ ദുർവാസ മുനി തീർന്നു. ആ അത്രയും ദൂരത്തിലാണ് സുദർശന ചക്രം നിൽക്കുന്നത്. ദുർവാസ മുനി ആവുന്ന വിധം പലതും ചെയ്തു നോക്കി, ഒരു രക്ഷയില്ല. അവസാനം കൈലാസത്തിലെത്തി മഹാദേവ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോൾ മഹാദേവനും പറഞ്ഞു, എന്താ ദുർവാസ മുനി? ഞാൻ പറഞ്ഞു, സുദർശന ചക്രം ഇങ്ങനെ സംഭവം. വിട്ടോളാം, ഇവിടുന്ന് വിട്ടോളാം. ഭക്തർക്ക് എന്തെങ്കിലും അപരാധം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ കൈലാസത്തെ പോലും നശിപ്പിക്കാൻ മടിക്കത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് വിട്ടോളാൻ പറഞ്ഞു. അന്നേരം അവസാനം ഒരേ ഒരു ആശ്രയം വൈകുണ്ഠമാണ്. വൈകുണ്ഠത്തിൽ സാക്ഷാൽ ശ്രീമദ് നാരായണന്റെ അവിടെ എത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ രക്ഷിക്കണേ. അന്നേരം പറഞ്ഞു, എന്താ പറ്റിയെന്ന് ഭഗവാൻ ഒന്നും അറിയാത്ത പോലെ പറയും. അവൻ പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ സുദർശന ചക്രം എന്റെ പുറകെ നടക്കുവാണ്, എന്നെ കൊല്ലാനായിട്ട്. സുദർശനോ? എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. പറഞ്ഞു, ഇങ്ങനെ സംഭവം. ഓ, അതാണോ മഹർഷേ? അതെ, ഞാൻ എൻ്റെ സുദർശനത്തിനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭക്തർക്ക് എന്തെങ്കിലും ആപത്ത് വരികയാണെങ്കിൽ പിന്നെ എൻ്റെ ആജ്ഞയ്ക്ക് വേണ്ടിയും പോലും കാത്തു നിൽക്കേണ്ട, ഉടനെ പ്രവർത്തിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ ഉചിതമായിട്ടുള്ള കാര്യം ചെയ്തോളാൻ പറഞ്ഞു. അതുകൂടാതെ ഞാൻ എൻ്റെ സുദർശനത്തിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്, എൻ്റെ സുദർശനം, എൻ്റെ കൗമോദികി ഗദ ഇവർക്ക് നേരത്തെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് എവിടെ എൻ്റെ ഭക്തർക്ക് ആപത്തുണ്ടോ ഉടനെ അവിടെ ചെന്നോളാൻ പറഞ്ഞു. ആദ്യം സുദർശനമായിരിക്കും പോകുന്നത്, പിന്നെ ആവശ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഗതയും കൂടെ പോകുന്നു. അതുകൊണ്ട് ഇനി ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ തിരിച്ചു വിളിച്ചാൽ എൻ്റെ ആജ്ഞയ്ക്ക് പോലും കാത്തു നിൽക്കരുത്, ഇനി എൻ്റെ ഭക്തർ പറയുന്ന പോലെ അവിടുന്ന് അനങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചാൽ പോലും വരേണ്ട ആവശ്യമില്ല, എൻ്റെ ഭക്തർ പറയുന്നതാണ് കേൾക്കേണ്ടതെന്ന്. പിന്നെ എൻ്റെ ആജ്ഞയ്ക്ക് അവിടെ സ്ഥാനമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഭക്തരുടെ സേവകരാണ് ദുർവാസ മുനി, ഞാൻ എൻ്റെ ഭക്തരുടെ ദാസനാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നുമില്ല. കാരണം എൻ്റെ ഭക്തര് സദാസമയം എന്നെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല, വേറെ ആരും അവരുടെ ജീവിതത്തിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. 24 മണിക്കൂറും എൻ്റെ സ്മരണയിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ആ ഭക്തിയാൽ അവർ പൂർണ്ണമായിട്ടും എന്നെ അവരുടെ വശത്താക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അവരുടെ ചിന്തകളിൽ നിന്ന് മുക്തരാകാൻ എനിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും അവരുടെ നിയന്ത്രണത്തിലാണ്. ഞാൻ അവരുടെ നിയന്ത്രണത്തിലായതുകൊണ്ട്
എൻ്റെ എല്ലാ ആയുധങ്ങളും എൻ്റെ എല്ലാ ശക്തികളും അവരുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യമില്ല. ദുർവാസ മുനി, അതുകൊണ്ട് ഞാൻ എൻ്റെ ഭക്തരുടെ ദാസൻ മാത്രമാണ്. അതുകൊണ്ട് അങ്ങേ ഈ സമയത്ത് ആർക്കെങ്കിലും രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് അംബരീഷന് മാത്രമേ ഉള്ളൂ. നേരെ ആ ഭക്തോത്തമന്റെ കാൽക്കൽ ചെന്ന് വീഴാൻ പറഞ്ഞു. ഉടൻ തന്നെ ദുർവാസ മുനി ഓടി. സുദർശന ചക്രം ഇപ്പോഴും വിട്ടില്ല, പുറവേ ഉണ്ട്. എന്നിട്ട് നേരെ ചെന്ന് അപ്പോഴും ആ മഹാവൈഷ്ണവൻ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ലെന്നുള്ള, എവിടെ നിന്നോ 1 വർഷം മുമ്പേ അവിടെ തന്നെ നിൽക്കുകയാണെന്നുള്ള, ഒരു ജലപാനം പോലും കഴിക്കാതെ 1 വർഷത്തോളം ദുർവാസ മുനി ഓടുകയായിരുന്നു. ആ 1 വർഷം അവിടെ തന്നെ നിന്നു എന്നുള്ളതാണ് ആ അംബരീഷ് മഹാരാജ്. ആ സമയത്ത് ദുർവാസ മുനി ഓടിച്ചെന്ന് അംബരീഷിന്റെ കാൽക്കൽ വീഴുക. എന്നിട്ട് പറഞ്ഞു, ആ ഒരു ഭക്തന്റെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഒരു ഭക്തനെ ഭഗവാൻ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഞാൻ എൻ്റെ സിദ്ധികളിലും യോഗബലത്തിലും തപോബലത്തിലും അഹങ്കരിച്ചു. പക്ഷെ എൻ്റെ യോഗബലത്തിനോ തപോബലത്തിനോ ഒന്നും അങ്ങയുടെ അടുത്ത് പോലും എത്താൻ കഴിയില്ല. അങ്ങ് ഒരു ഭക്തന്റെ ശക്തി എന്താണെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. എനിക്ക് മാപ്പ് നൽകണം. ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അങ്ങയുടെ തൃപ്പാദത്തിൽ വീണ് മരിക്കാനാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു എന്ന് പറയുക. ആ സമയത്ത് അപ്പോഴും സുദർശന ചക്രം ഇങ്ങനെ മുന്നോട്ട് വരുന്നു, പുറകോട്ട് വരുന്നു, മുന്നോട്ട് വരുന്നു, പുറകോട്ട്. അതായത് ദുർവാസ മുനി കൊല്ലാനായിട്ട് തന്നെ വരികയാണ്. പക്ഷെ അംബരീഷൻ നിൽക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. സുദർശനം ഇങ്ങനെ മുന്നോട്ട് വരുന്നു, പുറകോട്ട് വരുന്നു, മുന്നോട്ട് വരുന്നു, പുറകോട്ട് വരുന്നു, ഇങ്ങനെ വരുന്നു. അപ്പോ അംബരീഷ് മഹാരാജ് കൈകൂപ്പി സുദർശന ചക്രത്തിനോട് പറയുകയാണ്, ഭഗവാന്റെ അഭിമാനമാണ് അങ്ങ്. ഭഗവാന്റെ ആയുധങ്ങളിൽ സർവശ്രേഷ്ഠമാണ് അങ്ങ്. ഭഗവാന്റെ ചിഹ്നമാണ് അങ്ങ്. ഭഗവാൻ എവിടെയുണ്ടോ അവിടെ അങ്ങുണ്ട്. അങ്ങ് എവിടെയുണ്ടോ അവിടെ ഭഗവാനുണ്ട്. അങ്ങയുടെ ഭഗവാന്റെ ഭക്തരെ സംരക്ഷിക്കാനായിട്ട്, ഭക്ത സംരക്ഷകനായിട്ട് എപ്പോഴും അങ്ങുണ്ട്. അങ്ങുള്ളപ്പോൾ ഭക്തർക്കൊരു ഭയമില്ല. അങ്ങ് ഭഗവാന്റെ ഭക്തരിൽ ഏറ്റവും ഉത്തമ ഭക്തനാണ് എന്നൊക്കെ പറഞ്ഞ് സുദർശന ചക്രത്തെ സ്തുതിക്കുകയാണല്ലോ. അങ്ങ് കാരുണ്യപൂർവം ഈ ബ്രാഹ്മണന് മാപ്പ് കൊടുക്കണം. എന്തായാലും ഒരു ബ്രാഹ്മണനല്ലേ, അങ്ങയുടെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേ ബ്രാഹ്മണര്. ബ്രാഹ്മണരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിക്കഴിഞ്ഞാൽ അങ്ങ് മാപ്പ് നൽകണം. ഞാൻ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് പറയാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. അങ്ങ് ഞാൻ പറയുന്നത് ഉചിതമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് കാരുണ്യപൂർവ്വം ഈ ദുർവാസാവിന് മാപ്പ് കൊടുക്കണം. ഇങ്ങനെ പറഞ്ഞ സുദർശന ചക്രം പിന്നെ എന്ത് ചെയ്യാനും. ഉടൻ തന്നെ ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള ആ ചിഹ്നം, അതിമനോഹരമായിട്ടുള്ള ആയുധം, മഹായുധം സുദർശന ചക്രം ഉടൻ തന്നെ അപ്രത്യക്ഷമാകുക. ഹരേ കൃഷ്ണ. എന്നിട്ട് ഇത് ദുർവാസം എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഏമ്പക്കം വന്നപ്പോ ഉടനെ ഏമ്പക്കം എന്തുകൊണ്ട് വന്നു എന്ന് ദുർവാസം എനിക്ക് മനസ്സിലായില്ല. കാരണം നമ്മൾ മനസ്സിലാക്കുക, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ത്രിലോകങ്ങളിൽ സഞ്ചരിക്കാൻ പറ്റുന്ന മഹാഋഷിയാണ് ദുർവാസ മുനി. പക്ഷെ ഭഗവാൻ അവിടെ വന്നതായിട്ടോ, ഭഗവാൻ ആ ധാന്യം കഴിച്ചത് കൊണ്ടാണ് ഇതൊക്കെ വന്നത് എന്ന് പോലും ദുർവാസ മുനിയുടെ ചിന്തകൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല ഭഗവാന്റെ ആ ഏരിയയിലേക്ക്. ഭഗവാനും ഭക്തരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും വലിയ വലിയ യോഗികൾക്കോ തപസ്സുകൾക്ക് പോലും ഗണിച്ചു പറയാൻ കഴിയില്ലെന്നുള്ള. കാരണം ആ റേഞ്ചിലേക്ക് ഇവരുടെ ചിന്തകൾ എത്തത്തില്ലെന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. അതും നോക്കണേ, മഹാഭാരതത്തിൽ പറയുന്നത് എന്താ? ദ്രൗപദി ദേവിയെ വിളിച്ച സമയത്ത് ഭഗവാൻ രുക്മിണി ദേവിയുടെ ശയ്യയിൽ കിടക്കുകയാണ്. അന്നേരം
ദ്രൗപദി ദേവി വിളിച്ച ഉടനെ ഭഗവാൻ എടുത്ത് ഒറ്റ ചാട്ടം, ഒറ്റ ഓട്ടമാണെന്നുള്ളത്. ഭഗവാൻ ഒറ്റ പോക്കാണ്. അത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ കുറച്ച് അഭിനയം കൂടുതലല്ലേ ഭഗവാനെ. ഭഗവാൻ അവിടെ നിന്ന് തന്നെ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ചെയ്താൽ പോരെ? അല്ലെങ്കിൽ അവിടെ കിടക്കുമ്പോൾ തന്നെ രണ്ടാമതൊരാൾ അവിടെ വന്നാൽ പോരെ? കൃഷ്ണൻ രണ്ടാമത് രൂപം, എത്ര രൂപം വേണമെങ്കിലും ഭഗവാൻ എടുക്കാമല്ലോ. പക്ഷേ ഭക്തരുടെ കാര്യം വരുമ്പോൾ ഭഗവാൻ ഒന്നിനും കാത്തു നിൽക്കത്തില്ല. ഭഗവാൻ സ്വയം പോകുന്നതാണ്. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരിക്കൽ അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു, കാരണം അക്ബർ ഇസ്ലാമികനാണല്ലോ. അന്നേരം ബീർബൽ യഥാർത്ഥത്തിൽ ഹിന്ദുവായിരുന്നു. അന്നേരം അക്ബർ ഇങ്ങനെ അവതാരങ്ങളെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ ഒരു കളിയാക്കലോടുകൂടി പറഞ്ഞു, എന്തിനാണ് ഈ ഭഗവാനൊക്കെ ഇങ്ങനെ അവതരിക്കുന്നത്? അതൊക്കെ വെറുതെ പറയുന്നതല്ലേ? ഭഗവാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതൊക്കെ എന്തിനാണ്? എൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഭഗവാൻ അത്രയും ശക്തിശാലിയാണെങ്കിൽ ഇങ്ങനെ അവതരിക്കേണ്ട ആവശ്യം എന്താണ്? അവിടെ ഇരുന്ന് തന്നെ എല്ലാം ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അന്നേരം ബീർബൽ പറഞ്ഞു, അത് സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരിക്കൽ അക്ബറിന്റെ കുട്ടിയും എല്ലാവരും കൂടെ വള്ളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യും. വലിയൊരു വള്ളം. ആ വലിയ വള്ളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അക്ബറിന്റെ കുട്ടിയെ ബീർബൽ പറഞ്ഞു, കുട്ടിയെ എനിക്കൊന്ന് തരുമോന്ന് ചോദിച്ചു. അന്നേരം ഉടനെ കുട്ടിയെ കൈ കൊടുത്തു. ബീർബൽ ആ കുട്ടി എടുത്ത് വെള്ളത്തിൽ എടുത്ത് ഒറ്റ ഉടൻ തന്നെ അക്ബർ എടുത്ത് വെള്ളത്തിൽ ചാടി ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയിരുന്നു. എന്നിട്ടോ സൈനികരാണെങ്കിൽ ആ ബീർബലിനെ ബന്ദിയാക്കി. എന്നിട്ട് അക്ബറിന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അക്ബർ പറഞ്ഞത്, നിനക്കെന്താ ഭ്രാന്തായോ? നിനക്ക് എന്തായാലും വലിയൊരു ശിക്ഷ നൽകുന്നതാണ്, പക്ഷെ ആദ്യം നീ എന്തിന് എന്റെ കുട്ടിയെ എറിഞ്ഞു എന്ന് പറയാൻ പറഞ്ഞു. അന്നേരം ഒരു ഭക്ത പറയുന്ന കുംഭമേളയെ കുറിച്ച് പറയാം. നമുക്ക് പറയാം. അന്നേരം ഈ എന്താ പറയുന്നേ, അന്നേരം എന്തിനാണ് എൻ്റെ കുട്ടിയെ എടുത്ത് എറിഞ്ഞതെന്ന് പറഞ്ഞു. അത് നീ ആദ്യം പറയാൻ പറഞ്ഞു. അന്നേരം ബീർബൽ പറഞ്ഞു, അതിൻ്റെ ഉത്തരം ഞാൻ പറയാം, പക്ഷെ അതിനു മുമ്പേ എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം കൂടെ അങ്ങ് പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും പറഞ്ഞോളൂ. അന്നേരം പറഞ്ഞു, ഇത്രയും സൈനികർ ഇവിടെ ഉണ്ട്, അങ്ങ് സ്വയം എടുത്തു ചാടേണ്ട ആവശ്യം എന്താണ്? അവരോട് പറഞ്ഞാൽ പോരെ എൻ്റെ കുട്ടിയെ രക്ഷിക്കാൻ? അന്നേരം ഉടനെ അക്ബർ പറഞ്ഞു, എത്ര കുട്ടികളുണ്ടെങ്കിലും, അല്ല എത്ര പടയാളി ഉണ്ടെങ്കിലും, എത്ര സൈനികരുണ്ടെങ്കിലും എൻ്റെ കുട്ടിയെ രക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ എന്ന് വെച്ചു. അന്നേരം പറഞ്ഞു, ഇതേപോലെയാണ് ഭഗവാനോ അവതാരം എടുക്കുന്നത്. ഭഗവാൻ എത്ര ശക്തികളുണ്ട്, അനന്തമായിട്ടുള്ള ശക്തികളുണ്ട്. പക്ഷെ എന്നാലും ഭഗവാന് എപ്പോഴും നമ്മൾ സ്വന്തം മക്കളെ പോലെയാണ്. അതുകൊണ്ട് ഭക്തരെ പ്രത്യേകിച്ച് രക്ഷിക്കാനായിട്ട് ഭക്തരുടെ ഏതെങ്കിലും കാര്യം വരുമ്പോൾ സമയത്ത്, എല്ലാവരും ഭഗവാന്റെ മക്കളാണെങ്കിലും ഭക്തരുടെ കാര്യം വരുമ്പോൾ ഭഗവാൻ വേറൊന്നും ചിന്തിക്കത്തില്ല, ഭഗവാൻ സ്വയം വരും എന്നുള്ളതാണ്. ഇത്ര മനോഹരമാണല്ലേ? അതേപോലെ ഇവിടെ ദ്രൗപദി ദേവി വിഷമിച്ച് ഒരാപത്തിലിരിക്കുമ്പോൾ ഭഗവാൻ വേറൊന്നും ചിന്തിച്ചില്ല, ഉടൻ തന്നെ ഓടി എന്നുള്ളതാണ്. അതും മഹാഭാരതി പറഞ്ഞിട്ടില്ല, ഈ കിടക്കയിൽ നിന്ന് എടുത്ത് ചാടുമായിരുന്നു ഭഗവാൻ. ചാടിയിട്ട് ഒറ്റ ഓട്ടമായിരുന്നു എന്നുള്ളത്. രുക്മിണി ദേവിക്ക് പോലും മനസ്സിലായില്ല ഭഗവാൻ എങ്ങോട്ടാണ് ഓടുന്നതെന്ന്. അന്നേരം നമ്മളൊക്കെ എത്ര മണ്ടന്മാരാണെന്ന് നോക്കണേ. ആ ഒരു ഭഗവാന്റെ നാമമാണ് നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം നമ്മളൊന്ന് വിശ്വാസത്തോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആ വിളി കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. എങ്ങനെയാണോ ഒരു കുഞ്ഞ് അമ്മയെ വിളിക്കുന്നത് കേൾക്കാൻ അമ്മ കൊതിക്കുന്നത്, അച്ഛനെ വിളിക്കുന്നത് കൊതിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ 24 മണിക്കൂർ ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും ശല്യമാകത്തില്ല. കാരണം ഒരു മകൻ അല്ലെങ്കിൽ മകൾ അച്ഛൻ്റെയും അമ്മയുടെയും പേര് വിളിക്കുമ്പോൾ അച്ഛ എന്ന് വിളിക്കുന്നതും അമ്മയെന്ന് വിളിക്കുന്നതും അതൊരിക്കലും അച്ഛനും അമ്മയ്ക്കും ഒരു ശല്യമല്ല. അച്ഛനും അമ്മയും ഏറ്റവും സന്തോഷത്തോടുകൂടി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണത്. നമ്മൾ അവരെ മറന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വിഷമമാകുന്നത്. ആ ഭഗവാൻ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ ഒരു ഉപകാരസ്മരണയില്ലാതെ
നന്ദികേട് കാണിക്കുമ്പോൾ, അതും അദ്ദേഹത്തിൻ്റെ തന്നെ മക്കളായ മറ്റ് ജീവജാലങ്ങളെ നമ്മൾ കൊന്നു തിന്നുമ്പോഴും, നമ്മൾ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഈ ലോകം അദ്ദേഹത്തിൻ്റെതാണ്, നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ മക്കളാണ് എന്നുള്ള വാസ്തവികത മറന്ന് നമ്മൾ ജീവിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിഷമം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ നാമം ജപിക്കുക, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ, അല്ലേ? അന്നേരം ഇവിടെ എന്ത് പറ്റി? ദുർവാസ മുനിക്ക് പെട്ടെന്ന് അംബരീഷ് മഹാരാജിനെ ഓർമ്മ. എന്നിട്ട് ശിഷ്യരോട് പറഞ്ഞു, ഇടറെ ഓടിക്കോ, കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയോ രക്ഷപ്പെട്ടതാണ്, ഇപ്രാവശ്യം ചക്രം വന്നു കഴിഞ്ഞാൽ കാരണം അന്നേരം അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ അവരുടെ, അതായത് ദുർവാസ മുനി ചിന്തിക്കുന്നത് അവര് ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, എന്നിട്ട് നമ്മൾ കഴിക്കാതെ പോകുന്നതുകൊണ്ട് അവർക്ക് ദേഷ്യമാകും എന്ന് വിചാരിച്ചിട്ടാണ് പേടിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവർക്ക് ദേഷ്യമായി എന്നല്ല അവർ ചിന്തിക്കുന്നത്. പക്ഷെ ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, നമ്മളിനി കഴിക്കാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യമായി, ഇനി ചക്രം പുറകെ വന്നാലോ, അതുകൊണ്ട് ഓടി സ്ഥലം വിടാന്ന് പറയുക. അതുകൊണ്ട് എന്ത് ചെയ്തു? ദുർവാസ മുനി കുളത്തിൽ നിന്നും പുറത്തു വന്ന് എന്നിട്ട് അതിവേഗതയിൽ ശിഷ്യരുമായിട്ട് അവിടുന്ന് സ്ഥലം വിട്ടു എന്നുള്ളതാണ്. എന്നിട്ട് ശിഷ്യരാണെങ്കിൽ പാണ്ഡവര് കാണാതെ എങ്ങോട്ടൊക്കെയോ ഒളിച്ചോടി എന്നുള്ളതാണ്. എന്നിട്ട് സഹദേവൻ നദീതീരത്ത് വന്ന് നോക്കിയപ്പോൾ അവിടെ ആരെയും കാണാനില്ല. അവിടെ കുറെ കുടങ്ങളുണ്ടായിരുന്നു, അവരുടെ കമണ്ടലും കുടങ്ങളും, പിന്നെ അവരുടെ വസ്ത്രം പോലെ വിട്ടിട്ടാണ് ഒറ്റ ഓട്ടം ഓടിയത്. ഉടുതുണി പോലും കളഞ്ഞിട്ടാണ് ഓടിയത്. ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. ഭഗവാനായിട്ട് കളിക്കുമ്പോ, ഭഗവാനും ഭക്തരുമായിട്ട് കളിക്കുമ്പോ സൂക്ഷിക്കും. ദുർവാസാവിന് നല്ല പരിചയമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു മാരത്തോൺ ഓട്ടം കഴിഞ്ഞിട്ട് വന്നതായിരുന്നു. അന്നേരം ഒന്ന് ആലോചിച്ചു, ആരാണ് ഏറ്റവും പവർഫുൾ? എല്ലാവിധ സമ്പദ് സമൃദ്ധിയിൽ ജീവിക്കുന്ന കൗരവരോ, അതോ ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടും കാട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം കൂടാതെ വേറൊന്നും ഇല്ലാതെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന പാണ്ഡവരാണോ ഏറ്റവും ശക്തിശാലി? പാണ്ഡവർ തന്നെ. കാരണം അവരുടെ ഒറ്റ വിളിയിൽ ഭഗവാൻ അവിടെ എത്തുന്നത്. അന്നേരം ഭഗവാൻ ദീനബന്ധുവാണ്. ആരോരും ഇല്ലാത്തവർക്ക് ഭഗവാൻ എപ്പോഴും ഉണ്ട്. എല്ലാവരും ഈ ലോകത്തെ എല്ലാവരും ആരോരും ഇല്ലാത്തവരാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്നു ഇവരുണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, ഈ ശരീരം എനിക്ക് കൂട്ടുനിൽക്കാം. ഈ ശരീരത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്, ഏറ്റവും കൂടുതൽ താലോലിക്കുന്ന ഈ ശരീരത്തെയാണ്. ഈ ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും എല്ലാം കഷ്ടപ്പെടുന്നത്. ശരീരത്തെ വളരെ സൂക്ഷിച്ച് നോക്കുന്നു. പക്ഷെ ഈ ശരീരം നമ്മുടെ കൂട്ടത്തിൽ നിൽക്കത്തില്ല, നമ്മുടെ മനസ്സ് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കത്തില്ല. ഭഗവാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ സഹദേവൻ അവിടെ വന്ന് നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ലെന്നുള്ളതാണ്. ഉടുതുണി പോലും അവിടെ ഉപേക്ഷിച്ചിട്ട് ഒറ്റ ഓട്ടം. എന്നിട്ട് അവിടെ കുളിച്ചുകൊണ്ടിരുന്ന മറ്റ് ബ്രാഹ്മണരോട് സഹദേവൻ ചോദിച്ചു, ദുർവാസ മുനിയും ശിഷ്യരും എവിടെ പോയി? അന്നേരം പറഞ്ഞു, അവരിവിടുന്ന് പോയെന്ന് പറഞ്ഞു. ഉടൻ തന്നെ സഹദേവൻ തിരിച്ച് പാണ്ഡവരുടെ അടുത്ത് എത്തിയിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. യുധിഷ്ഠിരന് വിഷമായി. എന്നിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, അയ്യോ ഇനിയിപ്പോ അർദ്ധരാത്രിക്ക് ഇവര് വന്നിട്ട് ഭക്ഷണം ചോദിച്ചാൽ ഇനിയിപ്പോ എന്ത് ചെയ്യും? യുധിഷ്ഠിര മഹാരാജ് ഭയപ്പെട്ടിട്ട് ഇനി ഈ വലിയ ആപത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചു. ഉടൻ തന്നെ ഭഗവാൻ കൃഷ്ണൻ ചിരിച്ചിട്ട് പറഞ്ഞു, യുധിഷ്ഠിര ഭയപ്പെടേണ്ട, ദുർവാസാവും ശിഷ്യരും സ്ഥലം വിട്ടിരിക്കുകയാണ്. ഇനി ഈ ഭാഗത്തേക്ക് അവർ തിരിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങ് ധർമ്മിഷ്ഠനാണ്, പിന്നെ അങ്ങേക്ക് ആരുടെ ഭയമാണ് ഉള്ളത്? അങ്ങയുടെ തപോബലത്തെ ഭയപ്പെട്ടിട്ട് അവർ ഓടിയിരിക്കുകയാണ്. എന്നാ ഞാൻ ഇനി പോട്ടെ.
എനിക്ക് അനുമതി നൽകിയാലും എന്ന് ഭഗവാൻ പറഞ്ഞു. യുധിഷ്ഠിരൻ്റെ കണ്ണീന്ന് കണ്ണീര് വരാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, സമുദ്രത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് വലിയൊരു ആശ്വാസമാണ് ഒരു വള്ളത്തെ കാണുമ്പോൾ. അതേപോലെ നമുക്ക് ഒരേ ഒരു ആശ്രയം അങ്ങയുടെ തൃപ്പാദമാണ്. അങ്ങ് സ്വതന്ത്രനാണ്. നമുക്ക് ആർക്കും അങ്ങേ ഇവിടെ പിടിച്ചു വയ്ക്കാൻ കഴിയില്ല. അങ്ങയുടെ ഇഷ്ടം പോലെ അങ്ങേക്ക് എന്തും ചെയ്യാൻ കൃഷ്ണ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവരോട് യാത്ര പറഞ്ഞ് ഭഗവാന്റെ പ്രിയപ്പെട്ട പെങ്ങളായ ദ്രൗപദിയും യാത്ര പറഞ്ഞ് ഭഗവാൻ അവിടുന്ന് പോവുകയാണ്. എന്നിട്ട് പാണ്ഡവരെല്ലാം ദ്രൗപദി എടുത്ത് പറഞ്ഞു, മിടുക്കി, കറക്റ്റ് വിളിക്കേണ്ട ആളിനെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് അവര് തമ്മി ചർച്ച ചെയ്തു. ഒരു കാരണമില്ലാതെ ദുർവാസ മുനി അതും കറക്റ്റ് നമ്മൾ ഭക്ഷണം കഴിച്ച സമയത്ത് എങ്ങനെയായിരിക്കും വന്നത്? ഉടൻ തന്നെ അവർക്ക് എന്തായാലും മനസ്സിലാക്കാൻ അധികം നേരം എടുത്തില്ല. ഇത് തീർച്ചയായിട്ടും ദുര്യോധൻ്റെ കുരുട്ടുബുദ്ധിയായിരിക്കും. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ കറക്റ്റ് സമയത്ത് വന്ന് നമ്മളെ രക്ഷിച്ചു. എത്ര വലിയ ആപത്താണെങ്കിലും നമ്മുടെ ദ്വാരകാനാഥൻ നമുക്കായിട്ട് എപ്പോഴും ഉണ്ട്. ആ ദ്വാരകാനാഥൻ നമ്മുടെ കൂട്ടുകാരനാണ്. അങ്ങനെ അവർ അന്നത്തെ രാത്രി വിശ്രമിക്കുകയാണ്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അങ്ങനെ ഈ ഒരു അധ്യായം കഴിഞ്ഞിരിക്കുകയാണ്. നാളെ വൈകിട്ട് നമുക്ക് അടുത്ത ഭാഗം ചർച്ച ചെയ്യാം. ജയദ്രഥൻ ദ്രൗപദി ദേവിയെ അപഹരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. നാളെ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ കുംഭമേളയെക്കുറിച്ച് അതിൻ്റെ ചരിതവും നമുക്ക് നാളെ രാവിലെ ശ്രീമദ് ഭാഗവത്തിൽ ചർച്ച ചെയ്യാം കേട്ടോ. അന്നേരം ഇന്നത്തെ മഹാഭാരതം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി ഭാഗം, അതായത് ജയദ്രഥൻ ദ്രൗപദി ദേവിയെ അപഹരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഭീമസേനനും അർജുനും എങ്ങനെ തടയുന്നു ജയദ്രഥനെ, എന്നിട്ട് ജയദ്രഥന് നല്ല പണി കൊടുക്കുന്ന ഒരു ഭാഗമാണ്. അത് നാളെ നമുക്ക് കേൾക്കാം. പിന്നെ എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ഈ ഒരു സത്സംഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കമൻസിലിടുക. കൂടുതൽ പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ അടിയനെ സഹായിക്കുക. ഇത് യൂട്യൂബിലും അപ്ലോഡ് ആവുന്നുണ്ട്. അന്നേരം അപ്പോഴും നിങ്ങൾ അതെല്ലാം അത് ലൈക്ക് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. കുംഭമേളയെക്കുറിച്ച് നാളെ രാവിലെ ശ്രീമദ് ഭാഗവത്തിൽ ഞാൻ പറയാം. ഇന്ന് വന്ന് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.